ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പതിവ് പോലെ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട്, ജീവിത പങ്കാളിക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഈ വിശുദ്ധമായ ഈ പൗത്രമായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഒത്തിരിയേറെ മക്കൾ സാക്ഷ്യത്തിൽ പറയുന്ന ഒരു വലിയ അത്ഭുതമുണ്ട്. കൈട്ടീശോയുടെ നൊവേനയോട് ചേർന്നുള്ള ഈ സ്തുതി കൊടുപ്പ് ഞങ്ങളുടെ കുടുംബത്തിന് വളരെയേറെ സന്തോഷം തരുന്നുണ്ട്, ആനന്ദം തരുന്നുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾക്ക് പരസ്പരം ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്വർഗമുണ്ട് എന്ന് പറയാറുണ്ട്. അതെ, പുലർകാലത്ത് കൈട്ടീശോയുടെ കരുണാർദ്രമായ മുഖം നോക്കി ധ്യാനിച്ചുകൊണ്ട് അവനെ കണി കണ്ട് ഉണരുന്നൊരു ദിവസം അനുഗ്രഹത്തിൻ്റെതായിരിക്കും. അതുകൊണ്ട് നമുക്ക് എളിമയോടുകൂടെ ഈശോയ്ക്കും നമ്മുടെ ജീവിത പങ്കാളിക്കുമൊക്കെ ഒരു സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തകനോടൊപ്പം നമുക്ക് ഈ പുലർകാലത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാലോ? അല്ലെ, സങ്കീർത്തൻ പാടുന്നുണ്ടല്ലോ, പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു. കർത്താവേ, നിൻ്റെ കരുണയ്ക്കായി നന്ദി പറഞ്ഞ് നമിക്കുന്നു. ഈശോയെ, ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നു. എല്ലാം നിൻ്റെ അനുഗ്രഹമായിരുന്നു. ഈ പുലർകാലത്ത് പ്രസരിപ്പോടെ ഉണർന്ന് കൈട്ടീശോൻ്റെ തിരുമുഖം സ്വപ്നം കണ്ടുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കണി കൊണ്ടുകൊണ്ട് ഉണരാൻ തന്ന ഈ മഹാഭാഗ്യത്തിന് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. 2 സാമുവേൽ 15-ാം അധ്യായം 30-ാം തിരുവചനം. ദാവീദ് നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. അവനോടൊപ്പം അവൻ്റെ അനുയായികളും നഗ്നപാതരായി തലമൂടിക്കൊണ്ട് കരഞ്ഞും കൊണ്ട് ഒലിവ് മലയിലേക്ക് നടന്നു കയറി. ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. നഗ്നപാതരാവുക, തലമൂടുക, കരയുക, അല്ലേ? നമ്മളെ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുക, പാപത്തെ ഓർത്ത് കരയാനായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഈ നോമ്പുകാലം. അപ്പം നമുക്കും നമ്മുടെ പൂർവികരെ പോലെ നഗ്നപാതരാകാം. ദൈവത്തിനു മുമ്പിൽ നമുക്കൊരു തുറവിയുള്ള മക്കളായിട്ട് നിൽക്കാം. അതുപോലെ തല മൂടാം, കരയാം. പാപങ്ങളെ ഓർത്ത് കരയാനുള്ളൊരു നല്ല അവസരമാണിത്. അപ്പോൾ വചനത്തോട് ചേർന്നുകൊണ്ട് നമുക്കും നോമ്പിൻ്റെതായ ഒരു പുണ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മക്കളെ, നമ്മൾ കൈട്ടീശോയുടെ നൊവേന ചൊല്ലിക്കൊണ്ട് 3 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുങ്ങാം. മുട്ടുകുത്തി നിൽക്കണം, തലയിൽ മുൾക്കിരീടമുള്ളവർ അതൊക്കെ എടുത്ത് അണിയണം. തറയിൽ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്താനായിട്ട് സാധിക്കട്ടെ. ഈശോയുടെ സഹനങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണിത്. അത് 1-ാമത്തെ നിയോഗത്തിനായിട്ട് നമുക്കൊരുങ്ങാം. 1-ാമത്തെ നിയോഗം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതനുസരിച്ച് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. ജാതി മത വർഗ വർണ്ണ്യ ഭേദമില്ലാതെ എല്ലാ മക്കളെയും നമുക്കൊന്ന് ഓർക്കാം. പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെക്കാൾ ബലഹീനരായ മനുഷ്യർ ഇന്ന് ലോകത്തിൽ എത്രയുണ്ടെന്നറിയാമോ? യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അപകടങ്ങളുടെയും ആപത്തുകളുടെയൊക്കെ നീർച്ചുഴിയിൽപ്പെട്ട് കിടക്കുന്ന എത്രയോ മക്കൾ ഇന്ന് നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. നമ്മളെക്കാൾ നിർഭാഗ്യരായവർ. അവരെയൊക്കെ ഒന്ന് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് വെക്കാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആദ്യത്തെ ആഹ്വാനം. എല്ലാവരും ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് നീട്ടിപ്പിടിച്ചേ 1-ാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഏതെങ്കിലും ദുരിതം അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ഒന്ന് ഏറ്റു ചൊല്ലാമോ? ലോകരക്ഷകനായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ
സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കുപ്പി ഈശോയുടെ കരുണയുള്ള മുഖത്തേക്കൊന്ന് നോക്കിക്കേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നേ നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ, മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, കുടുംബജീവിതക്കാർ, ഇന്നേറെ പ്രത്യാശയോടെ മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളടക്കം എല്ലാവരെയും നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. എല്ലാ മക്കളും സ്നേഹത്തിലും ദൈവഭക്തിയിലും ഭയത്തിലും വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭ ഉത്തരോത്തരം വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ നിയോഗം സമർപ്പിക്കാം. കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല്ലാം. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ ഒരിക്കൽ കൂടെ നോക്ക്. ഇനി നമ്മുടെ ഊഴമാണ്. എന്തിനാണ് നീ പുലർകാലത്ത് ഉണർന്ന് ഈശോയെ കണി കണ്ട് നിൽക്കുന്നത്? നിൻ്റെ ഒരു കെട്ടഴിയണം, നിൻ്റെ ഒരു ഭാരം വിട്ടുപോകണം, നിൻ്റെ ഒരു പ്രതിബന്ധം അകന്നു പോകണം. നമുക്കതിനായിട്ടൊരുങ്ങാം. എന്താണ് നിന്നെ ഇന്ന് ഭാരപ്പെടുത്തുന്ന, ഈ നിമിഷം നിന്നെ ഭാരപ്പെടുത്തുന്ന ആ പ്രതിബന്ധം എന്താണ്? സാമ്പത്തിക കടബാധ്യതയാണോ? ഒരു ജപ്തി പ്രശ്നമാണോ? ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളാണോ? ജീവിത പങ്കാളിയോടുള്ള ഏതെങ്കിലും അതൃപ്തിയാണോ? മക്കളെക്കുറിച്ചുള്ള സ്വപ്നമാണോ? അവിടെ പരീക്ഷ, ഇൻ്റർവ്യൂ, വിസ, ഒരുപക്ഷെ ജീവിത പങ്കാളി, അങ്ങനെ വലുതുമാണോ? ഒരുപക്ഷെ നിനക്കൊരു ഭവനം വേണം, അത് സ്വപ്നം മാത്രമാണ്. ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. നിനക്കൊരു തുണ്ട് ഭൂമി വേണം, അതാണോ നിൻ്റെ പ്രശ്നം? നിനക്ക് നിരാശയുണ്ട്, നിനക്ക് പ്രത്യാശ കിട്ടുന്നില്ല, അതാണോ നിൻ്റെ പ്രശ്നം? നിനക്ക് മാരകമായ രോഗമുണ്ട്, ശരീരത്തിൻ്റെ രോഗമുണ്ട്, മനസ്സിൻ്റെ ആദിയും വ്യാധിയുമുണ്ട്, അതാണോ നിൻ്റെ പ്രശ്നം? എന്തുവാകട്ടെ കുഞ്ഞെ, കെട്ടപ്പെട്ട ഈശോയുടെ ആ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്ത ഈ പുലർകാലത്ത് വിശ്വാസപൂർവ്വം വെച്ച് കൈകൾ നീട്ടിപ്പിടി, ഏറ്റുചൊല്ല്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കണ്ണുകളടച്ച് ഒരു നിമിഷം ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞേ. ഒരു വിടുതൽ സംഭവിച്ചിട്ടുണ്ട്, ഒരു രോഗസൗഖ്യം നടന്നിട്ടുണ്ട്, ഒരു കടബാധ്യത വിട്ടുമാറിയിട്ടുണ്ട്, ഒരു വിസ തയ്യാറായിട്ടുണ്ട്. നന്ദി പറ. ഒപ്പം ഈശോയോട് പറ, ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പിയോഫൺ ധ്യാന കേന്ദ്രത്തിൽ ആരാധന മധ്യേ അനേക മക്കളുടെ മുമ്പിൽ നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞേ. നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട്, നിൻ്റെ എല്ലാവിധ തടസ്സങ്ങളും മാറിയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. എല്ലാ മക്കൾക്കും കടന്നു വരാം. വ്യാഴാഴ്ച 9:30 ശുശ്രൂഷ ആരംഭിക്കും. ഒരുക്ക ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, ദിവ്യബലി, കൗൺസിലിംഗ്, കുംഭസാരം, സ്നേഹവിരുന്ന്, അപൂർവമായ കൈയ്യറ്റീശ്വരുടെ നൊവേന, ആരാധന, അഭിഷേകം. എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു അനുഗ്രഹം ഒന്ന് പ്രാപിച്ചേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.